എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുസ്തഫ, കോലളമ്പ് സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റർ എംടെക് ബിരുദധാരിയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ എംടെക് നേടിയ ഒരു എഞ്ചിനീയറുടെ ഹൈടെക് കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. മലപ്പുറം ജില്ലയിലെ കോലളമ്പിൽ നടുക്കാട്ടിൽ മുസ്തഫയാണ് തൻ്റെ പ്രദേശത്തിന് അപരിചിതമായ ആധുനിക കാർഷിക പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. നേരത്തെ കൊച്ചി റിഫൈനറിയിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു 15 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് പ്രവാസത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോകുന്നത്. അബുദാബിയിലായിരുന്നു പിന്നെ ഒരു 10 വർഷം ജോലി ചെയ്തത്. പരമ്പരാഗത കാർഷിക കുടുംബാംഗമായ മുസ്തഫ നെല്ലും തെങ്ങും കമുകും കാലി വളർത്തലുമൊക്കെയായി സജീവ ഗൃഹാന്തരീക്ഷത്തിലാണ് ജനിച്ചു വളർന്നത്. പിതാവായ അബൂബക്കറിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ, കൃഷിയോടുള്ള അടുപ്പം ഗൃഹാതുരത്വം നിറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു, ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹം തന്നെയായിരുന്നു. തോന്നുന്നത് പിതാവിൽ നിന്ന് കിട്ടിയ ഒരു ഇതായിരിക്കും. പിതാവ് ഫുൾ ടൈം കർഷകനാണ്. മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റ് നേരത്തെ ഉണ്ട്. പ്രവാസത്തിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലോട്ട്, കൃഷി ചെയ്യാൻ പറ്റുന്ന പ്ലോട്ട് വാങ്ങിയിട്ട് അതിൽ നന്നായി കൃഷി ചെയ്യുക, പുതിയ സംവിധാനങ്ങൾ, ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുപ്രകാരം ഞാനൊരു 10 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു 45 സെൻറ്റ് പ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അബുദാബിയിലെ എണ്ണ കമ്പനിയിൽ 10 വർഷത്തോളം എഞ്ചിനീയറായി ജോലി ചെയ്തു. നാട്ടിലെ കാർഷിക പ്രവർത്തനങ്ങളോടുള്ള ഇഴപിരിയാനാകാത്ത ആത്മബന്ധം പ്രവാസത്തിന് വിരാമമിട്ടു. നാട്ടിലെത്തി വിലയ്ക്ക് വാങ്ങിയ 45 സെന്റ് സ്ഥലത്ത് കഴിഞ്ഞ വർഷം മുതൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വിത്ത് ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ കൃഷികൾ ആരംഭിച്ചു. ടെക്നോളജികളോട് ഉപയോഗിക്കണം. അതുപോലെ പരമാവധി കീടനാശിനികൾ കുറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാനൊരു കെമിക്കൽ എഞ്ചിനീയർ കൂടിയാണല്ലോ. നമ്മൾ ഈ വളം ഉപയോഗിക്കുക, രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് അത്ര ഭയങ്കരമായ ഒരു ദോഷം ഒന്നുമില്ല. അത് ചെടികൾ അവർക്ക് ആവശ്യമുള്ള മൂലകങ്ങളാണ് വേണ്ടത്, അത് വലിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ കീടനാശിനികളെ സംബന്ധിച്ച് അതല്ല. അത് കീടങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെയും കൂടി ബാധിക്കുന്നതുകൊണ്ട് കീടനാശിനികൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ വെണ്ടയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവിധ രോഗങ്ങളും അതിനകത്തുണ്ട്. എന്നാലും വെണ്ടയ്ക്ക ഉണ്ടാവുന്നുണ്ട്. സന്തുലിതത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക, കൃഷി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. വൈവിധ്യ പച്ചക്കറികളും സ്വീറ്റ് കോണും ഷമാമും വിവിധ ഇനം പഴച്ചെടികളുമൊക്കെയായി മുസ്തഫയുടെ കൃഷിയിടം ഇപ്പോൾ പച്ച പിടിച്ചു തുടങ്ങി. ഗൾഫിൽ നിന്ന് വന്നിട്ടിപ്പോൾ ഒരു വർഷമായി. ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പ്ലോട്ട് ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. പ്ലോട്ടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നമ്മൾ ഫലവൃക്ഷ തൈകൾ, വിവിധ തരം ഫലവൃക്ഷ തൈകളാണ് നട്ടിട്ടുള്ളത്. അതിനകത്താണ് മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് ഡ്രിപ്പ് ഇറിഗേഷന് കൊടുത്തിട്ടുള്ള പച്ചക്കറികൾ വളർത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഫാമിലെ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് KSEB ജീവനക്കാരനായ സഹോദരന്റെ പിന്തുണയുമുണ്ട്. ഹായ്, നമസ്കാരം. ഞാൻ ഷെഫീർ. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കോലളമ്പിലുള്ള ഗ്രീൻ എക്കോ ഹൈടെക് ഫാമിലാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഫാമിലെ അഡ്വാൻസ്ഡ് ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒരു ഫാം നടത്തിപ്പിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നിട്ട് നമുക്ക് നനക്കൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഈ ഫാമിനെ ഒന്ന് ഹൈടെക് ആക്കിയാലോ, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന KSEBിയുടെ കണക്ഷൻ LT5 ആണ്. അതിൽ നമുക്ക് മോട്ടോർ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഒരു ബാറ്ററി വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ
ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്, അതേപോലെ ഒരു സോളാർ പാനൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള IoT തിങ്സുകൾ, അതായത് സെൻസർ, ഇത് ഓട്ടോമാറ്റിക്കായി നടത്താൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പച്ചക്കറി വികസന പദ്ധതിയിൽ അനുവദിച്ച റെയിൻ ഷെൽട്ടറിലും കൃഷികൾ തകൃതിയാണ്. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയും ആത്മാ പ്രവർത്തനങ്ങളുമൊക്കെ കൃഷിയിടത്തിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പോളി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോളി ഹൗസിൽ ചൂടി സാങ്കേതിക വിദ്യകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അനിയൻ തന്നെ KSEBിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അനിയനാണ് ഈ ഓട്ടോമേഷൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പോളി ഹൗസാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യണം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് കറൻറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒക്കെ ഡാറ്റ ആയിട്ട് നമുക്ക് കിട്ടും. ടെമ്പറേച്ചറിന് പുറമെ ഹ്യൂമിഡിറ്റിയും നമുക്ക് അറിയാൻ പറ്റും. ഈ പോളി ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ ഓരോ വിളകൾക്കും പ്രത്യേക ടെമ്പറേച്ചർ ആയിരിക്കും. ചിലത് 30, 40, 20 ഡിഗ്രി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സമയത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് അറിയണം. ഇനി ടെമ്പറേച്ചർ അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്കിതിനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഫാൻ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫോഗർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മോട്ടറും ഈ ടെമ്പറേച്ചർ സെൻസറും അതേപോലെ ഫോഗർ അല്ലെങ്കിൽ ഫാനിൽ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് ഇത്ര ടെമ്പറേച്ചർ ത്രഷോൾഡ് വെച്ചിട്ട് ഇപ്പോൾ 40 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക് നമുക്കതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അതങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ സിസ്റ്റം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു നെറ്റ് കണക്ഷൻ വേണം. അതുമായിട്ടാണ് നമ്മൾ ഈ ഡിവൈസുകളൊക്കെ ലിങ്ക് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് പുറത്ത് എവിടെ ആയിരുന്നാൽ പോലും, ലോകത്തിൽ എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും സാധിക്കുള്ളൂ. റെയിൻ ഷെൽട്ടറിലെ താപനില വ്യതിയാനങ്ങൾ മൊബൈലിലേക്ക് സന്ദേശമായി എത്തുകയും ആയതിനനുസരിച്ച് ഫോഗർ സംവിധാനങ്ങളും ഫാനും മൊബൈലിലൂടെ തന്നെ പ്രവർത്തിപ്പിച്ച് താപനില ക്രമീകരിക്കുന്നു. ഇവിടെയും കൃഷിയിടത്തിൽ മുസ്തഫയുടെ സാന്നിധ്യം ആവശ്യമില്ല. പോളി ഹൗസിൽ നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കുക്കുംബറാണ്. കാർഷിക യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള KPCH1 എന്ന് പറയുന്ന പോളി ഹൗസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആ വിത്ത് ഉപയോഗിച്ചാണ് നമ്മൾ ആദ്യം നട്ടത്. നല്ല പ്രൊഡക്ഷനാണ്. എല്ലാ ഇലകളുടെ നാമ്പുകളിലും ഓരോ കുക്കുംബർ ഉണ്ടാവും എന്നുള്ളതാണ് ഈ KPCH1ൻ്റെ പ്രത്യേകത. അതിനുശേഷം പിന്നെ വേറൊരു വെറൈറ്റി കൂടി പരീക്ഷിക്കാമെന്നുള്ള അർത്ഥത്തിലാണ് ബൈത്ത ആൽഫ എന്ന് പറയുന്ന കുറച്ചുകൂടി വലിയ കുക്കുംബർ അത് നമ്മളിതിനകത്ത് പരീക്ഷിച്ചത്. അതും നന്നായിട്ട് വിളവ് തരുന്നുണ്ട്. പിന്നെ സ്വീറ്റ് കോണാണ് ട്രൈ ചെയ്തത്. അത് നല്ല വിളവായിരുന്നു. അത് പിന്നെയാണ് ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് നല്ല കായ്ഫലം തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്, ടിൻഡ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ സ്ക്വാഷ് എന്നാണ് അതിനെ അറിയപ്പെടുക. ഉപ്പേരിയൊക്കെ തോരനൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഒരു ചെറിയ ഏകദേശം ഒരു കയ്യിൽ ഉൾക്കൊള്ളാവുന്ന അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇതിനകത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. 2-3 കായകൾ ഉണ്ടായിട്ടുണ്ട്. പുറത്തും അതുപോലെ തന്നെ പരീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷേ അത്ര കായഫലം ഇതുവരെ തന്നിട്ടില്ല. കൃഷിയിടത്തിലെ ജലസേചന സംവിധാനം മൊബൈൽ വഴിയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിടം നനയ്ക്കുന്നതിനായി മുസ്തഫയുടെ സാന്നിധ്യം ഫാമിൽ നിർബന്ധമില്ല. ഒരു യാത്രാപ്രിയൻ കൂടിയായ മുസ്തഫയ്ക്ക് ഫാമിലെ ഈ സംവിധാനം കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. ഇതിൽ നനക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ ഇതിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസർ ഉണ്ട്, അതിനൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ മൊബൈലിൽ കയറി കഴിഞ്ഞാൽ ആ ആപ്പും ഈ സെൻസറും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ ആപ്പിൽ ഓൺ ചെയ്യുമ്പോൾ ഈ മോട്ടർ തനിയെ ഓൺ ആവുകയും നമുക്ക് വേണമെങ്കിൽ 2 സമയത്തോ അല്ലെങ്കിൽ 3 സമയത്തോ ടൈം നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാം. 2 തരത്തിൽ സെറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് തന്നെ ഓൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഓഫാക്കാം, അല്ലെങ്കിൽ ഒരു ടൈം കൊടുത്തിട്ട് നമുക്കിപ്പോൾ എപ്പോഴും ഒരു 10 മിനിറ്റ് ഡെയിലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വരണമെന്നില്ല. നമ്മൾ പുറത്തെവിടെയെങ്കിലൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇത് വർക്കായോ ഓണായോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
റെഡ് കോണാണ് ഉള്ളത്. സ്വീറ്റല്ല, മധുരമില്ല, പക്ഷേ നല്ല കളർഫുൾ ആയതുകൊണ്ട് നമുക്ക് ഈ സലാഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ഈ സമയത്ത് തത്തയുടെ ശല്യം കൂടുതലായതുകൊണ്ട് എല്ലാം തത്ത കൊത്തിപ്പോകണം. അതുകൊണ്ട് നമ്മൾ വലയിട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താണ്. പിന്നെ കുറച്ചപ്പുറത്ത് നമ്മൾ സ്വീറ്റ് കോൺ വേറെ വെച്ചിട്ടുണ്ട്. അതിനെയും ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെയേറെ പഴവർഗ്ഗ വിളകളും വാഴയുമെല്ലാം ഫാമിലെ ഒഴിവുള്ള ഇടങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുള്ളിനന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇവയുടെയെല്ലാം സുഗമമായ ജലസേചന സംവിധാനവും പാലിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ മുന്തിരിയാണ്. സാധാരണ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് കുരുള്ള മുന്തിരിയാണ്. ഇത് നമ്മൾ ലേറ്റസ്റ്റ് മറ്റേ ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള കംബോഡിയൻ മുന്തിരിയുടെ തൈ എറണാകുളത്ത് നിന്ന് മേടിച്ച് വെച്ചാണ്. അത് ഇച്ചിരി ഇത്ര പോകുന്ന തൈക്ക് കുരു മുളപ്പിച്ചതിന് 250 രൂപയാണ് വരാം. 2 തൈ വെച്ചാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ബ്രസീലിയൻ മൾബറി നല്ല വലുപ്പമുള്ള, സാധാരണ മൾബറി ഇത്രയൊക്കെ വലുപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ മിയാസാക്കി മാംഗോ, ജപ്പാനുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണമുള്ള മാംഗോ ആണ്. കിലോക്ക് 1 ലക്ഷം രൂപയാണ് വില എന്നാണ് മാർക്കറ്റിലെ സംസാരം. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 2-3 കോഴ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ കോഴ്സുകളിൽ. അതിൽ പെട്ടതാണ് സീറോ ബജറ്റ് ഫാമിംഗ്, അതുപോലെ ഓർഗാനിക് ഫാമിംഗ്. ഇതെല്ലാം ഓർഗാനിക് ഫാമിങ്ങിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഹൈടെക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കീടനാശിനികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹൈടെക് സോളാർ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. രാത്രി മാത്രമാണ് അതിൻ്റെ ലൈറ്റ് ഓൺ ആവുക. അപ്പോൾ രാത്രിയിൽ ആണ് ഈ ശത്രുകീടങ്ങൾ കൂടുതൽ വരുന്നത്. ആ സമയത്താണ് സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ സൂര്യ ഉദിക്കുന്ന സമയം വരെ. അപ്പോൾ അവരെ ക്യാച്ച് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ സോളാർ ട്രാപ്പ് വെച്ചിട്ടുള്ളത്. സുരക്ഷിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിലെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയേറെ ആവശ്യക്കാരുണ്ട്. മുസ്തഫ സ്ഥലത്തില്ലെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ ആളില്ലാതെ തന്നെ വിപണനം ചെയ്യാം എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ഹൈടെക്കിലെ അടുത്ത പ്രധാനമായിട്ട് ക്യാമറ സിസ്റ്റമാണ്. അത്ര വിലപിടിപ്പുള്ള ക്യാമറ ഒന്നുമല്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒറ്റ ക്യാമറ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് 2-വേ കമ്മ്യൂണിക്കേഷനാണ്. 2-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിളിക്കുകയാണ് ഒരു കസ്റ്റമർ, അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പച്ചക്കറി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയാം, നിങ്ങളവിടെ പോയിക്കോളൂ. പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമുക്ക് കാണാം. കസ്റ്റമറോട് നമുക്ക് 2-വേ കമ്മ്യൂണിക്കേഷൻ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും സംസാരിക്കാം, കസ്റ്റമർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും സംസാരിക്കാം. കസ്റ്റമർ പറയാണ് ഞങ്ങൾക്ക് ഇത്ര 1 കിലോ വെണ്ട വേണം, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുറിച്ചോളാൻ പറയാം. നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റും. വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ഒരു വെയ് മെഷീൻ ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് തൂക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എമൗണ്ട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ തന്നെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേൻ്റെ. അപ്പോൾ അത് സ്കാൻ ചെയ്യുക, എമൗണ്ട് അടിച്ചു കൊടുക്കുക, ആ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യാം. ഫാമിലെ ഗേറ്റ് പൊതുവെ പൂട്ടാറില്ല. ഫാമിലേക്ക് ആര് പ്രവേശിച്ചാലും സെൻസർ സംവിധാനത്തിലുള്ള ലൈറ്റ് പ്രകാശിക്കുകയും മൊബൈലിലേക്ക് സന്ദേശം എത്തുകയും ചെയ്യുന്ന സംവിധാനവും ഇവിടെയുണ്ട്. നമ്മുടെ എടപ്പാൾ കൃഷിഭവനിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. എടപ്പാൾ കൃഷിഭവനിൽ നിന്ന് നമ്മുടെ കൃഷി ഓഫീസർ സുരേന്ദ്രൻ സാറും മറ്റു അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരും എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല സപ്പോർട്ടാണ്. ഉപദേശങ്ങൾ തരികയും അതുപോലെ ഏത് സപ്പോർട്ട് വേണമെങ്കിലും ഏത് സമയത്തും കിട്ടുന്നതുകൊണ്ട് ആണ് നമ്മൾ ഇതിന് എത്രയും ഊർജ്ജസ്വലമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട്. പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളും ആധുനിക രീതികളും തനത് ശൈലികളുമെല്ലാം ഇണക്കിച്ചേർത്ത് നിരന്തരം മുന്നേറുന്നതാണ് മുസ്തഫയുടെ വിജയതന്ത്രം. മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.